ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അതീവ ഭക്തിയോട് കൂടെ പരിശുദ്ധ അമ്മയുടെ അൾത്താരയിലേക്ക് നമ്മൾ വീണ്ടും ആരാധിച്ച അനുഗ്രഹവും പ്രാപിക്കാൻ, അഭിഷേകം സ്വീകരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. കർത്താവ് ഈ ലോക്ക്ഡൗൺ കാലങ്ങളിൽ നൽകിയ പ്രത്യേക അനുഗ്രഹത്തെ കുറിച്ച് സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. Why can't you interpret the signs of the time? എന്താണ് കാലഘട്ടത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 56-ാമത്തെ തിരുവചനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 56-ാമത്തെ തിരുവചനം. Why can't you express your feelings against the signs of time? കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അപ്പം നമുക്ക് കഴിയണമെന്നാണ് കർത്താവിൻ്റെ ഒരു മനസ്സിലിരിപ്പ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാലങ്ങൾ മാറി വരും. ഇപ്പം തന്നെ പരിശുദ്ധ പിതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയിലുള്ള ദൈവിക പദ്ധതികളെ കാലത്തിൻ്റെ ആവശ്യമനുസരിച്ച് കൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ട് അതിമനോഹരമായ 3 അപേക്ഷകളെ നമ്മുടെ ജപമാല പ്രാർത്ഥനയുടെ ലുത്തീനിയയിലേക്ക് ചേർത്ത് 2003 ജപമാലയിലെ അതിൻ്റെ സ്വർഗീയായുധത്തിൻ്റെ പ്രകരശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ജോൺ പോൾ മാർപ്പാപ്പ ഒരു ദിവ്യരഹസ്യം തന്നെ അതിനോട് ആഡ് ചെയ്ത് ജപമാലയെ കാലത്തിൻ്റെ ആവശ്യമനുസരിച്ചുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്ത് കരയിരിട്ട് കൂടിക്കൂടി വരണ പോലെ ജോൺ പോളിനെ തോന്നുമായിരുന്നു. അതുകൊണ്ടാണ് പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ച് ഇരുട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രാർത്ഥനയുടെ പ്രകാശം പരത്താൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധ പിതാവിനെ അന്ന് ഉപകരണമാക്കിയത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴ് 3 ദിവ്യരഹസ്യങ്ങൾ നമ്മൾ ശരിക്കും പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും 3 കൂടി ഒരു ദിവ്യരഹസ്യം, ഒരു പ്രാർത്ഥനാപേക്ഷ തന്നെയാണ്. മാർപ്പാപ്പ കൂട്ടിച്ചേർത്ത 3 പ്രാർത്ഥനാപേക്ഷകൾ എന്തൊക്കെയാണ്? അഭയാർത്ഥികളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദ മദർ ഓഫ് ദി ഡിപ്രൈവ്ഡ്. അഭയാർത്ഥികളെന്ന് പറയുന്നത് ഡെസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമല്ല, അഭയം പ്രാപിക്കുന്നവർ, അഭയം ആവശ്യമുള്ള അനേകം മക്കളുണ്ട്. ഇപ്പം കുടുംബത്തിൽ തന്നെ അഭയാർത്ഥിയായി ജീവിക്കുന്ന അപ്പന്മാരെക്കുറിച്ച് എനിക്കറിയാം. നമ്മൾ അഭയാർത്ഥികളെന്ന് കേൾക്കുമ്പോൾ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഭക്ഷണത്തിന് വേണ്ടിയും അഭയത്തിന് വേണ്ടിയും കുടിയേറുന്നവരെയാണ് നമ്മൾ. പക്ഷേ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ പലപ്പോഴും അഭയാർത്ഥികളായിട്ട് മാറും, അഭയം ഇല്ലാത്തവരായിട്ട്. ഇപ്പം കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിക്കാത്തടത്തോളം കാലം നമ്മൾ അഭയാർത്ഥികളാണ്. ആരോഗ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ അഭയാർത്ഥികളാണ്. അഭയം ഏതെല്ലാം തരത്തിൽ വരും. ഇപ്പം ഞാൻ അപ്പനെക്കുറിച്ച് പറഞ്ഞില്ലേ, ചില വീടുകളിലൊക്കെ നമ്മളിപ്പോൾ ഞാനൊരു 10, 20, 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു ദുരന്ത സത്യം, എ ട്രാജിക്കൽ ട്രൂത്ത്, അഭയാർത്ഥികൾ കുടുംബത്തിൽ തന്നെ ഉണ്ടെന്നാണ്. ഇപ്പം
വിലയും കൂലിയും ജോലിയുമുള്ള മക്കളെല്ലാം കൂടി അമ്മയെ അടിച്ചു മാറ്റി അമ്മയുടെ വരുമാനക്കാരെയെല്ലാം അമ്മയുടെ ഗ്രൂപ്പിലാക്കി നിർത്തിയിട്ട് അപ്പന് ചായക്ക് കാശ് പോലും കൊടുക്കാതെ അപ്പം ഗതികിട്ട പ്രേതം പോലെ പുറപ്പെടാശാന്തിയായിട്ട് വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നത് അലഞ്ഞു നടക്കുന്ന അപ്പന്മാരുണ്ട്. അഭയാർത്ഥികളാണ് അവർ ശരിക്കും. കാര്യം ഈ തൊണ്ട പഴുത്താൽ എന്നാ ചെയ്യും? വിഴുങ്ങാനേ പറ്റത്തുള്ളൂ. വൈഫ് തന്നെ ഹസ്ബൻഡിനെ അഭയാർത്ഥിയാക്കിയാൽ ആ അഭയാർത്ഥി എന്നാ ചെയ്യും? ചിലപ്പോൾ വീടിൻ്റെ വരുമാനവും വീടിൻ്റെ സമ്പത്തും അധികാരവും എല്ലാം ഓണർഷിപ്പെല്ലാം അപ്പൻ അയാളുടെ മാത്രം കയ്യിലാക്കി എടുത്തുവെച്ചും ജോലി ചെയ്ത മക്കളുടെ പണം വരെ വാങ്ങിച്ചിട്ട് വാങ്ങിച്ച സ്ഥലമൊക്കെ അവരുടെ പേര് മേടിക്കാതെ അപ്പൻ്റെ പേര് മേടിക്കുന്നവരുണ്ട്. അപ്പോൾ മക്കളെല്ലാം അഭയാർത്ഥികളാവും. ഇത് ഒരു ചെറിയ കാര്യമല്ലേ, ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. അതായത് ചിലപ്പന്മാർ ചെയ്യുന്ന പരിപാടിയാണ്. മക്കളെ ഇറ്റലിയും കാനഡയിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ട് അവരെ കൊണ്ട് ലോൺ എടുപ്പിക്കും. അപ്പോൾ ലോൺ ആരടക്കണം? ലോൺ അവരടക്കണം. വസ്തു മേടിക്കും. വസ്തു ആരുടെ പേരിൽ മേടിക്കും? അപ്പൻ്റെ പേരിൽ മേടിക്കും. അപ്പോൾ ആരഭയാർത്ഥിയാകും? മക്കളെല്ലാം അഭയാർത്ഥികളാവും, അമ്മ അഭയാർത്ഥികളാവും. ഏതായാലും പരിശുദ്ധ അമ്മ അഭയാർത്ഥികളുടെ മാതാവെന്ന് പറയുമ്പോൾ നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ ഇപ്പോൾ ഒരു സങ്കേതം കൂടിയുണ്ട്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്ന വഹിക്കും വാഗ്ദാന പേടകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ സ്വന്തം കുടുംബത്തിൽ തന്നെ അഭയാർത്ഥികളായിട്ടുള്ളവർ ഇതെന്നാ സംഭവിക്കണമെന്നറിയാവോ? ഇപ്പോഴ് ഒരു വ്യക്തി, ഒരു ഓഫീസ്, ഒരു സംഘടന, ഒരു സംവിധാനം, അതിൽ നമ്മൾക്ക് ആവശ്യമുള്ള എന്തെല്ലാം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞാലേ നമുക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അത് വലിയൊരു കാര്യമാണ്. ഒരു വ്യക്തി, ഒരു സംഘടന, ഒരു പ്രസ്ഥാനം, ഒരു ശക്തി കേന്ദ്രം, അവിടെ എന്തൊക്കെയുണ്ട് നമ്മൾക്ക് ആവശ്യമുള്ളതെന്ന് നമ്മൾക്കറിയാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് അതനുസരിച്ച് അപേക്ഷിക്കാനും പറ്റത്തുള്ളൂ. ഇപ്പോൾ പരിശുദ്ധ അമ്മ അഭയാർത്ഥികളുടെ മാതാവെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അന്തർദേശീയ അഭയാർത്ഥികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ആത്മബന്ധത്തിലുള്ള അഭയാർത്ഥികൾക്കുമെല്ലാം ഒരു അഭയസങ്കേതമായി അടയാളപ്പെടുത്തുകയാണ്. അതാണ് ഈ കാലത്തിൻ്റെ ചുവരെടുത്തതെന്ന് അച്ഛൻ ആദ്യം പറഞ്ഞില്ലേ 1256. വൈ കാൻ't you interpret the signs of the time? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാലത്തിൻ്റെ അടയാളം? കാലത്തിൻ്റെ അടയാളത്തിൽ എല്ലാവരും ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലുള്ള അനുഭവങ്ങളാണ് ഇന്ന് മനുഷ്യബന്ധങ്ങൾ വന്നുപെട്ട അവസ്ഥകൾ. അതാണ് കാലത്തിൻ്റെ അവസ്ഥ. അപ്പം അത് വ്യാഖ്യാനിക്കുകയാണ്, 1256 വ്യാഖ്യാനിക്കുകയാണ്. അതായത് ഇന്ന് ലോകത്ത് മുഴുവനും അഭയാർത്ഥികളുടെ പ്രളയമാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ മൊബൈലുമായിട്ട് അവരവരുടെ ലോകത്തല്ലേ, മറ്റുള്ളവരെല്ലാവരും അഭയാർത്ഥികളാക്കി മാറ്റിക്കൊണ്ട് അമ്മയുടെ കാര്യം അന്വേഷിക്കണില്ല, അപ്പൻ്റെ കാര്യം അന്വേഷിക്കണില്ല, സ്വന്തം സഹോദരൻ്റെ കാര്യം അന്വേഷിക്കണില്ല. അവനും അവൻ്റെ മൊബൈൽ ആപ്പും അവരുടെ ആയിട്ടുള്ള സ്വകാര്യ സന്തോഷങ്ങളുമായിട്ട് മാറ്റുമ്പോൾ മറ്റുള്ളവർ അഭയാർത്ഥികളായി മാറുന്നു. ഈ ലോകം ഇന്ന് അഭയാർത്ഥികളുടെ പ്രളയമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ
ദൈവമേ, വ്യത്യസ്തങ്ങളായ ജീവിത സമ്മർദ്ദങ്ങളിലെ വ്യത്യസ്തങ്ങളായ ജീവിത ഈ സമ്മർദ്ദങ്ങളിലെ കാലഘട്ടത്തിലെ ഈ കാലഘട്ടത്തിലെ അഭയാർത്ഥികളായി പോയവർക്ക് അഭയാർത്ഥികളായി അമ്മ മാതാവിനെ അഭയസങ്കേതമാക്കിയ എല്ലാ അവസ്ഥകളെയും എല്ലാ അവസ്ഥകളെയും അനുസ്മരിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ തിരുസന്നിധിയിലെ അഭയം പ്രാപിക്കുവാൻ ആവശ്യമായ വിശ്വാസത്താൽ ഞങ്ങളെ നിറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്ന വഹിക്കും വാഗ്ദാന പേടകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പിതാവ് പരിശുദ്ധ അമ്മയുടെ ലുത്തീനിയയിലേക്ക് കൂട്ടിച്ചേർത്ത രണ്ടാമത്തെ വിഷയമാണ് കരുണയുടെ മാതാവ്. കരുണയുടെ മാതാവെ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇതൊരു പുതിയ കൺസെപ്റ്റ് അല്ലെന്ന് തിരുസംഘത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഇത് അനാദികാലം മുതലുള്ള ഒരു സഭ ഊന്നൽ കൊടുക്കുന്ന ഒരു വലിയ പ്രമേയമാണ് കരുണ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇന്നലെ സെക്കൻഡ് ഹാർഡിൻ്റെ ഫീസ്റ്റ് ആണ് നമ്മൾ ആഘോഷിച്ചത്. ദിവ്യഹൃദയത്തിൻ്റെ ഈശോയുടെ ദിവ്യഹൃദയത്തിനെ വണങ്ങുന്ന തിരുനാൾ. അതാണ് ജൂൺ 21-ാം തീയതി നമ്മൾ ഇന്നലെ ആഘോഷിച്ചത്. ഈ ദിവ്യഹൃദയ തിരുനാളിലാണ് നമ്മുടെ ആൾത്താര വെഞ്ചരിച്ചത്. പക്ഷേ ഇത് മർഗരീത്ത മറിയത്തിന് ഈശോ വെളിപ്പെടുത്തിയ ഈ തിരുനാളിന് ഏതാണ്ട് അതിനോട് ബന്ധപ്പെടുന്ന അതേ ആശയങ്ങൾ തന്നെ ഡിവൈൻ മേഴ്സിയിലുണ്ട്. ഇപ്പം ഞാൻ ചില സമയത്ത് ഓർക്കുമായിരുന്നു, ഡിവൈൻ മേഴ്സി തിരുനാൾ ജോൺ പോൾ മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോഴേ ഇത് സെക്കൻഡ് ഹാർഡിൻ്റെ ഫീസിന് സബ്സ്റ്റിറ്റ്യൂട്ടായി പോകുമോ എന്ന് ചിന്തിച്ചൊരു കാലമുണ്ട്. കാര്യം രണ്ട് സെയിം സോഴ്സാണ്, കരുണയാണ്. അതുകൊണ്ടാണ് ഇന്നലെ വത്തിക്കാൻ സെക്രട്ടറി അങ്ങനെ പറഞ്ഞത്. കർദിനാളെ, ഇത് നേരത്തെ സഭ ഊന്നൽ കൊടുത്തിരുന്ന അതേ വിഷയമാണ്. കാര്യം ദൈവത്തിന് മനുഷ്യരോടുള്ള പ്രകൃതിയോടുള്ള അടിസ്ഥാന വികാരമാണ് കാരുണ്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും പരസ്പരം കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിലാണ് ആ വചനമുള്ളത്. 18:33. മത്തായി ശ്ലീഹ 18:33. ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ, ഏറ്റു പറയുക, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും പരസ്പരം കരുണ കാണിക്കേണ്ടത് ആയിരുന്നില്ലേ. അപ്പൊ ദൈവത്തിന്റെ ഒരു അടിസ്ഥാന വികാരമാണ് കരുണ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സെക്രട്ടറി അങ്ങനെ തിരുസംഘത്തിൻ്റെ ഭക്തകാര്യങ്ങൾക്കും വിശ്വാസ പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കർദിനാൾ തിരുമേനി അങ്ങനെ പറഞ്ഞത്. ഇത് സഭയുടെ ആദ്യകാലം മുതലേയുള്ള ഒരു ഊന്നലാണ് കരുണ. ഇപ്പോൾ കരുണയുടെ വർഷം കഴിഞ്ഞു. ഇപ്പോഴേ ആ കരുണയുടെ സ്രോതസ്സ് നമുക്ക് ലഭിക്കാൻ, ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വലിയ സ്വാധീനമുണ്ട്, മധ്യസ്ഥ സ്വാധീനം. ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ആവഹിക്കാൻ പരിശുദ്ധ അമ്മയ്ക്കുള്ള മധ്യസ്ഥ സ്വാധീനം എന്ന് പറയുന്നത് ആ സാധ്യതകളെയാണ് സഭ ഇന്ന് ഐഡൻറ്റിഫൈ ചെയ്യണത്. അതാണ് കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാത്രിയേ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഈ കരുണ ദൈവം എങ്ങനെയാണ് നമ്മളോട് കാണിക്കുന്നത്? എപ്പോഴും നമ്മൾ കരുണയെക്കുറിച്ച് സുവിശേഷം പറയുമ്പോൾ നമുക്കവിടെ മെരിട്ടൊന്നുമില്ല, പ്രെയർ പോലും ആവശ്യമില്ല. എന്താ കാര്യം എന്നറിയാമോ? ഇപ്പോൾ കരുണ വരുന്നത് ഇപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. അവിടെ നായിമിലെ വിധവയുടെ മകനെ കർത്താവ് പുനർജീവിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ മനോവികാരത്തെ വെളിപ്പെടുത്താൻ കരുണ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒക്കെ പട്ടണത്തിൽ നിന്ന് ഒരു വിധവയുടെ മകൻ മരിച്ചുപോയി. അലമുറയിട്ട് നിലവിളിച്ചുകൊണ്ട് അവൻ്റെ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും കൂടി അവനെ അടക്കാൻ വേണ്ടി വരുന്ന ഒരു വഴിയുണ്ട്, അടക്കത്തിലേക്ക് പോകുന്ന വഴി. അടക്കത്തിലേക്ക് പോകുന്ന വഴി അത് കർത്താവ് കൈ കാണിക്കണ ഒരു വഴിയാണ്. അടക്കത്തിലേക്ക് പോകുന്ന മനുഷ്യൻ്റെ വഴികളിലെ കർത്താവ് കാത്തു നിൽക്കും. ദാറ്റ് ഇസ് മേഴ്സി. അതാണ് കരുണ എന്ന് പറയുന്നത്. അതാണ് 7-ാം അധ്യായം 13-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാമത്തെ വചനം. മനുഷ്യൻ അവൻ്റെ അന്ത്യത്തിലേക്കും അടക്കത്തിലേക്കും പോകുമ്പോൾ നടവഴിയിൽ കൈ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാരുണ്യമുണ്ട്. ആ കാരുണ്യം നിൻ്റെ കുടുംബത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് കരുണയുടെ മാതാവ്. മനസ്സലിഞ്ഞെന്നാണ് പറയണത്. നായിമിലെ മകനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു, അതിനാണ് കാരുണ്യം. 7:13 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. അതെന്തിനാണ് ഇങ്ങനെ മനസ്സലിഞ്ഞത്? വാട്ട് ഈസ് ദ റീസൺ ആൻഡ് ഗ്രൗണ്ട് ഫോർ ദാറ്റ് മേഴ്സി? എന്തുകൊണ്ടാണ് അതിന് വരണത്? അതിന് കർത്താവ് പറയുന്ന റീസൺ, ഞാൻ എന്തുകൊണ്ടാണ് അവൻ്റെ അടക്കത്തിൻ്റെ വഴികളിൽ കൈ കാണിച്ച് തടഞ്ഞത്? നിന്റെ ദൈവം നിന്റെ അടക്കത്തിൻ്റെ വഴികളിൽ കൈ കാണിച്ച് തടയും. നീ പറഞ്ഞാലും ഇല്ലെങ്കിലും, നീ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അടക്കത്തിൻ്റെ വഴികൾ. ഒരുപക്ഷെ നിൻ്റെ കുടുംബത്തിലെ സാമ്പത്തിക തകർച്ച കാരണം ചിലപ്പോൾ ഓർക്കും, ദൈവമേ വല്ലപാടും ചത്താൽ മതിയായിരുന്നെന്ന് പറയത്തില്ലേ? അടക്കത്തിൻ്റെ വഴികളിലാണ്, അടക്കാൻ പോകുന്ന വഴികളിൽ. ചിലപ്പോൾ ചില രോഗങ്ങൾ കാരണം ഡോക്ടർ പറയും ഓപ്പറേഷനേ ഉള്ളൂ മാർഗം, പക്ഷേ അതുകൊണ്ടും എന്തുമാത്രം സക്സസ് ആകുമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴും നമ്മൾ അടക്കത്തിൻ്റെ വഴികളിലാവും. പക്ഷേ നീ ഓർക്കണം ദൈവവേദലേ, നിന്റെ അടക്കത്തിൻ്റെ വഴികളിൽ കാത്തു നിൽക്കാൻ ഒരാൾ നിനക്കുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ക്രിസ്തുവൻ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തുവൻ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. സ്വയം ഭോജ്യമായി നൽകിയ സ്നേഹിതരോടും നിത്യം വസിച്ചിടുവാൻ. സ്വയം ഭോജ്യമായി നൽകിയ സ്നേഹിതരോടും നിത്യം വസിച്ചിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കർത്താവ് അവിടെ അടക്കത്തിൻ്റെ വഴികളിൽ കാത്തുനിന്ന്
കൈ കാണിക്കാൻ കാരണം എന്താണ്? ലുക്കാ 7:13 പറയുന്നത് ഈശോയ്ക്ക് മനസ്സലിഞ്ഞു എന്നാണ്. ദാറ്റ്സ് ദ ഗ്രൗണ്ട് ഫോർ ദാറ്റ് കമ്പാഷൻ. കർത്താവിൻ്റെ ആ ഹൃദയം മെൽറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന ഹൃദയമായതുകൊണ്ടാണ് മെൽറ്റ് ചെയ്യണത്. ഈശോൻ്റെ ഹൃദയം കരുണയുടെ സ്രോതസ്സായതുകൊണ്ടാണ് മെൽറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടാൽ ഉടനെ അത് ഉരുകും, ഉടനെ കൈ കാണിക്കും, നിർത്തും. 2 ഗ്രൗണ്ടാണ് ഈശോ പറഞ്ഞത് അതിന് കൈ കാണിക്കാൻ, അവനെ അടക്കണ്ട എന്ന് പറയാൻ. ഒന്ന്, അവൻ്റെ അമ്മ വിധവയാണെന്ന്. ഗ്രേറ്റ്. രണ്ടാമത്, ആ വിധവയ്ക്ക് വേലയൊക്കെ എടുത്ത് കൊടുക്കാൻ വേറെ ആരുമില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഗ്രൗണ്ട്. ദിസ് ഈസ് എ റീസൺ. നമ്മുടെ ബുദ്ധിക്കല്ല റീസൺ ഉള്ളത്. വി ആർ ഓൾവേസ് സീക്കിംഗ് ദ റീസൺ ഓഫ് ദി ഹാർട്ട്. ബൈബിൾ അന്വേഷിക്കുന്നത് ബുദ്ധിയുടെ യുക്തിയല്ല, ഹൃദയത്തിൻ്റെ വ്യാകരണങ്ങളാണ്. ഹൃദയത്തിൻ്റെ ഒരു റീസണുണ്ട്. 2 റീസണാണ് കണ്ടുപിടിച്ചത്. ഒന്ന്, ഹൃദയത്തിൻ്റെ റീസൺ അവൻ ഏകമകനാണ്, ആ വിധവയുടെ ഏകമകനാണ്. ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. ദൈവവേദലേ, നിന്റെ ജീവിതം നീ രക്ഷപ്പെടാൻ രണ്ടാമതൊരു മാർഗമില്ലെങ്കിൽ നിന്റെ മുമ്പിൽ കർത്താവിൻ്റെ കൈകളുണ്ടെന്ന് നീ ചിന്തിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. കർത്താവിന്റെ കരവേലം പൂർണ്ണമായി വെളിപ്പേ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവേലം പൂർണ്ണമായി വെളിപ്പേ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് മനസ്സലിഞ്ഞു. മനസ്സലിയുന്ന കർത്താവ് ആണ് കരുണ. ആ കർത്താവിൻ്റെ മാതാവാണ് പരിശുദ്ധ അമ്മ. അതാണ് കരുണയുടെ മാതാവ് എന്ന് പറയുന്നത്. അടക്കത്തിൻ്റെ വഴികളിൽ ആ മരിച്ചു കിടക്കുന്നവൻ്റെ അമ്മ വിധവയാണെന്നും അവൾക്ക് വേറെ മക്കളില്ല അവളെ സന്ധിക്കാനെന്നും. ഇറ്റ്സ് എ സിംഗിൾ പേഴ്സൺ, എ മേഴ്സി ടു ദി സിംഗിൾ പേഴ്സൺ. ദൈവത്തിൻ്റെ കരുണ അങ്ങനെയാണ്, അല്ലാതെ സൈദ്ധാന്തികമായ കരുണയല്ല. കരുണയ്ക്ക് ചില സമയത്ത് ഒരു ബ്രോഡ് പെർസ്പെക്റ്റീവിൽ ഒരു സൈദ്ധാന്തികമായ ഒരു രൂപകൽപ്പന പരിവേഷം വരും. അങ്ങനെയല്ല. ഇറ്റ്സ് എ പെർട്ടിക്കുലർ മേഴ്സി. അവൻ്റെ അമ്മയോട് കാണിച്ചതാണ് കരുണ. സൈദ്ധാന്തികമായ കരുണയ്ക്ക് അപ്പുറത്ത് സമൂർദ്ധമായ കരുണയാണ് ബൈബിൾ പ്രഘോഷിക്കുന്നത്. ആ കരുണയുടെ ഗ്രൗണ്ട് പറയും. കാര്യം എന്നാൽ അവൾ വിധവയാണ്. രണ്ടാമത്തെ ഗ്രൗണ്ട് എന്താണ്? അവൾക്ക് വേറെ മക്കളില്ല. അതാണ് ദൈവത്തിൻ്റെ കരുണ. പെർട്ടിക്കുലർ മേഴ്സി. മേഴ്സി ടു ദ പെർട്ടിക്കുലർ പേഴ്സൺ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, കനിവ് തോന്നണമേ. പാപിയാണെങ്കിലും അറിവ് തോന്നണമേ. കരുണയുള്ള ദൈവമേ, കനിവ് തോന്നണമേ. പാപിയാണെങ്കിലും അറിവ് തോന്നണമേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ സാങ്കല്പികമായ കരുണയുണ്ട്, സമൂർദ്ധമായ കരുണയുണ്ട്. ബൈബിള് സാങ്കല്പികമായ കരുണയുടെ പക്ഷത്തല്ല, ദൈവത്തിൻ്റെ പർട്ടിക്കുലർ മേഴ്സി സമൂർദ്ധമായ കരുണയുടെ പക്ഷത്താണ്. അതിനിപ്പോഴൊരു മാതാവിനെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ് പരിശുദ്ധ പിതാവ്. അതുപോലെ നമുക്ക് ഭാവാത്മകമായ കരുണയുണ്ടാകാം, ഭാവനാപരമായ കരുണയെക്കുറിച്ചുള്ള സുന്ദരമായ ഭാവനകളുണ്ടാകാം. പക്ഷേ ബൈബിൾ സുന്ദരമായ ഭാവനകളുടെ ഒപ്പമല്ല. ബൈബിള് അനുഭവവേദ്യമായ ഭാവനയുണ്ട്. ബൈബിള് ഒരു വ്യക്തിക്കിടെ കണ്ണീരിന് മുമ്പിലാണ് കരുണ കാണിക്കുന്നത്. അവൾ അലമുറയിട്ട് കരഞ്ഞു വരുമ്പോൾ നിൻ്റെ ദൈവം കണ്ണുനീർ തുടക്കുന്നവനാണ്, അതാണ് അവൻ്റെ കാരുണ്യം, അതാണ് അവൻ്റെ മനസ്സലിവിൻ്റെ അടിസ്ഥാനം. അതിനാണ് ഇന്ന് അനേകം മക്കൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് കൃപാസനത്തിൽ. എന്തിനാണ്? ഒരുപക്ഷെ തങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല മുമ്പിൽ. കർത്താവിൻ്റെ മനസ്സലിവല്ലാതെ ഒരു മാർഗവുമില്ല. കർത്താവിൻ്റെ മനസ്സലിവ് ഇന്ന് നിൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധ പിതാവ് പരിശുദ്ധ അമ്മയെ അഭയം പ്രാപിക്കാൻ വേണ്ടി സഭയെ ഇക്കാലഘട്ടത്തിൻ്റെ അടയാളമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കരുണയുടെ മാതാവ് തന്നെയാണ് ശരിക്കും. ഇപ്പം ആ അമ്മ നായിമിലെ വിധവ അഭയാർത്ഥിയാണ്. ശരിക്കും അഭയാർത്ഥികളെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്. കൃപാസനം എന്നും പ്രവർത്തിച്ചിരിക്കണ അഭയാർത്ഥികളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ്. അടക്കത്തിൻ്റെ വഴികളിലുള്ള അഭയാർത്ഥി, സ്വന്തം മകൻ അഭയമായിരുന്നവൻ നഷ്ടപ്പെടുമ്പോൾ അമ്മ അഭയാർത്ഥിയാകും. അതാണ് നായിമിലെ വിധവ. സ്വന്തം മകൻ അടക്കത്തിൻ്റെ വഴികളിലേക്ക് പോകുമ്പോൾ അമ്മ അഭയാർത്ഥിയാകും. അവൾക്ക് വേറെ സന്താനങ്ങളില്ലാതെ വരുമ്പോഴും, സന്ധിക്കാൻ സന്താനങ്ങളില്ലാതെ വരുമ്പോഴും അവൾ അഭയാർത്ഥിയാകും. അപ്പോൾ അമ്മ അഭയാർത്ഥികളുടെ മാതാവാകും, കരുണയുടെ മാതാവാകും. അവളോട് കർത്താവ് കരുണ കാണിക്കുകയാണ്. എന്നിട്ട് മാർപ്പാപ്പ രണ്ടാമത് പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? പരിശുദ്ധ അമ്മ മദർ ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ മാതാവ്. ഞാൻ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാമെന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ ഈ അടക്കത്തിൻ്റെ വഴികളിൽ അടക്കാൻ സമയമായില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൈ കാണിക്കുന്നവരിലാണ് നമ്മുടെ പ്രത്യാശ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ വിധവയുടെ മകനെ കർത്താവ് പുനർജീവിച്ച് കഴിയുമ്പോൾ ജനങ്ങൾ പറയുന്ന ഒരു ദൈവാനുഭവമുണ്ട്. ഈ കരുണ അനുഭവിച്ച ജനങ്ങൾ പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. അത് അവരുടെ ദൈവാനുഭവമാണ്. ദ സ്പിരിച്വാലിറ്റി ഓഫ് ദി പീപ്പിൾ. ജനങ്ങൾ അനുഭവിച്ച ദൈവം എന്താണ് അവർ പറഞ്ഞത്? ഗോഡ് വിസിറ്റഡ് അസ്. നമ്മുടെ ദൈവം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നു. 7:16.
ഓരോ ദിവസവും കരുണ ലഭിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സന്ദർശനമാണ്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. 7:16 ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ തക്ക സമയത്ത് നമുക്ക് വേറെ ഒരു ഇടമില്ലാതെ, ഒരു വഴിയില്ലാതെ, ഒരു ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ നമ്മളെ മനസ്സരിഞ്ഞ് നമ്മളെ സന്ധിക്കുന്ന ദൈവത്തിൻ്റെ കരുണയിലാണ് സഭയുടെ വിശ്വാസിയുടെ പ്രത്യാശ. അവിടെ നിന്നാണ് ഈ പ്രത്യാശയുടെ മാതാവ് എന്നുള്ള അടയാളപ്പെടുത്തൽ വരുന്നത്. ഇത് കാലത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. കൃപാസന ഈ വർഷങ്ങളെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. പ്രത്യാശയുടെ മാതാവ്, കരുണയുടെ മാതാവ്, അഭയാർത്ഥികളുടെ മാതാവ്. നിങ്ങൾ ഉടമ്പടിയുടെ ഓരോ ആന്തരികത പരിശോധിച്ചാൽ മനസ്സിലാകും. എപ്പോഴും അങ്ങനെയാണ്, പണ്ട് മുതലേ അങ്ങനെയാണ്. സഭ ഒരു വിഷയം പരിശുദ്ധ അമ്മ സഭയ്ക്ക് വെളിപ്പെടുത്തുന്ന മുമ്പ് അതിൻ്റെ സൂചനകൾ എങ്ങനെയെങ്കിലും കൃപാസനം ആധ്യാത്മികതയുടെ ഭാഗങ്ങളിൽ ഇങ്ങനെ അറിയാതെ നോട്ടിലെ വാട്ടർമാർക്ക് പോലെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണ കാണാം. അത് അഖണ്ഡ ജപമാലയായാലും ജപമാല സഖ്യമായാലും എല്ലായിടത്തും ജപമാല ജീവിത ദർശന ധ്യാനമെന്നും പറഞ്ഞ് 2001-ലും 2002-ലും ഞാൻ കേരളം മുഴുവൻ 107 ധ്യാനങ്ങൾ നടത്തി. ആ ജപമാല ജീവിത ദർശന ധ്യാനങ്ങളെ കഴിഞ്ഞപ്പോഴാണ് മാർപ്പാപ്പ ജപമാല വർഷം പ്രഖ്യാപിച്ചത്. ഇപ്പോഴ് നമ്മളെ കരുണയുടെ മാതാവ്, പ്രത്യാശയുടെ മാതാവ്, അഭയാർത്ഥികളുടെ മാതാവ് എന്ന് പറഞ്ഞ് സഭ അമ്മയെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മളെടുത്ത ഉടമ്പടി പ്രാർത്ഥനകളിലെല്ലാം അഭയാർത്ഥികളെ സന്ധിക്കുന്ന എത്രയെത്ര അഭയാർത്ഥികളാണ് ഇവിടെ വന്ന് സാക്ഷ്യം വഹിച്ചത്. സ്വന്തം മക്കൾ മരിച്ചുപോയ ഒരു അഭയാർത്ഥിയുടെ ആ മകൻ്റെ അടക്കത്തിൻ്റെ വഴികളിൽ മനസ്സരിഞ്ഞ് നിൽക്കുന്ന കാരുണ്യത്തിൻ്റെ ദൈവമില്ലേ, ആ ദൈവത്തിൻ്റെ അമ്മയാണ് കാരുണ്യത്തിൻ്റെ മാതാവ്. അഭയാർത്ഥികളോട് പറഞ്ഞത് എന്താണ്? നിനക്ക് പ്രത്യാശയുണ്ടെന്നാണ് പറഞ്ഞത്. മകൻ മരിച്ചാലും അവൻ അടക്കം കൊണ്ടുപോയാലും still there is chance for hope. ഇപ്പോഴും നിനക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ശ്രുതികട കാര്യം യു ആർ ഫെയ്ത്ത്ഫുൾ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ സ്നേഹമേലങ്ങിയ അമ്മേ എന്റെ കൂടപ്പിക്കണേ, നിൻ സുരന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. നിന്റെ സ്നേഹമേലങ്ങിയ അമ്മേ എന്നെ കൂടപ്പിക്കണേ, നിൻ സുരന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. ഈ കാരുണ്യത്തിൻ്റെ അമ്മ തന്നെയാണ് സന്ദർശനത്തിൻ്റെ അമ്മ. കാരുണ്യത്തിൻ്റെ അമ്മ സന്ദർശനത്തിൻ്റെ, ദൈവത്തിൻ്റെ സന്ദർശനത്തിൻ്റെ വക്താവ് കൂടിയാണ്. അതുകൊണ്ടാണ് കാരുണ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പറഞ്ഞത് 7:16 ലൂക്കായുടെ സുവിശേഷം, നമ്മുടെ ദൈവം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നുവെന്ന്. എലിസബത്ത് എന്ന് പറയുന്ന ആ വയസ്സ് ചെന്ന ചേടത്തിക്ക് അവർ പ്രഗ്നൻ്റായ ഒരു കാലമുണ്ടായിരുന്നു. അവർ നിലച്ചെറിയ സമയത്ത് ദൈവം കൊടുത്ത അനുഗ്രഹമാണ് അവർക്ക്. അവർക്കൊരു കുഞ്ഞിനെ കൊടുത്ത് വയസ്സാം കാലത്ത്. പക്ഷേ അതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ അവർ സങ്കോചമായിട്ട് വീടിൻ്റെ ഇരുട്ടിൻ്റെത്തിലേക്ക് ഉൾവലിഞ്ഞ് ആരുമില്ലാതെ അഭയാർത്ഥിയായി കഴിയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈ എലിസബത്ത് എന്ന അഭയാർത്ഥിയെ അമ്മ സന്ദർശിച്ചിട്ട് പറയുന്ന സുവിശേഷ വാക്യങ്ങളൊക്കെ അതിമനോഹരമാണ്. അമ്മ അഭയാർത്ഥികളുടെ മാതാവാണ്. കാര്യം സ്വന്തം ഭർത്താവ് പോലും സംസാരശേഷി നഷ്ടപ്പെട്ടിട്ട് കമ്മ്യൂണിക്കേഷൻ എല്ലാം ബ്രേക്കായി പോയൊരു കാലമാണ്. അവർക്ക് മക്കളില്ലായിരുന്നു, പിന്നെ സംസാരിക്കാൻ ഉണ്ടായത് സ്വന്തം ഭർത്താവുമാണ്. സ്വന്തം ഭർത്താവും അവിശ്വാസം കൊണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്
ഒറ്റയ്ക്ക് മിണ്ടാനും പറയാനും നാട്ടുകാരുമില്ല, സ്വന്തം ഭർത്താവില്ല എന്ന കാലത്ത് അഭയാർത്ഥിയായിപ്പോയി സ്ത്രീയെ സന്ദർശിച്ച ആളാണ് പരിശുദ്ധ അമ്മ. അതാണ് അഭയാർത്ഥികളുടെ മാതാവ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാത്രിയേ എന്നെന്നും പ്രാർത്ഥിക്കണേ. എലിസബത്തിനെ സന്ദർശിച്ച് ഇങ്ങനെ നാട്ടിലും വീട്ടിലും അഭയാർത്ഥിയായി പോയ ആ സ്ത്രീയെ, വേദന കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ജനങ്ങളിൽ നിന്ന് അകന്ന് കഴിഞ്ഞിരുന്ന ആ സ്ത്രീയെ സന്ദർശിച്ചിട്ട് അമ്മ പറയുന്ന ഒരു വാക്കുണ്ട്. അവിടെ നിന്നാണ് ഈ കാരുണ്യത്തിൻ്റെ അമ്മ സുവിശേഷത്തിൽ മറന്നീക്കി വരുന്നത്. അമ്മ എന്നാ പറഞ്ഞത്? അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കാരുണ്യം വർഷിക്കുമെന്ന്. ശ്രുതികടെ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:50. ശ്രുതികടെ ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:50. അവിടെ തന്റെ ഭക്തരുടെ മേൽ കാരുണ്യം തലമുറ തോറും ഉണ്ടായിരിക്കും. ശ്രുതികടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസന സാക്ഷ്യം പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞ എന്താണെന്നറിയാവോ? കൃപാസനത്തിലെ അമ്മ സഞ്ചാരി മാതാവാണെന്നാണ്. സഞ്ചാരി മാതാവെന്ന് പറയുന്നത് ആരാണ്? സന്ദർശകരുടെ അമ്മയാണ്. സന്ദർശകനെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കരുണയുടെ സന്ദർശനമാണ്. ദൈവത്തിൻ്റെ കരുണയുടെ സന്ദർശനം. കാര്യങ്ങളെല്ലാം നടക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. അതാണ് അമ്മ കരുണയുടെ മാതാവായി മാറണത്. അമ്മയുടെ ഓരോ സന്ദർശനവും ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ബൈ പേഴ്സൺ അമ്മ വീട്ടിൽ വന്നിട്ട് എത്ര പേരാണ് അമ്മ ബെഡ്റൂമിലും അടുക്കളയിലും വീട്ടിൽ മുഴുവനും അമ്മയെ കണ്ടത്? കൃപാസനത്തിലെ പരിശുദ്ധ അമ്മ ഇതേ സിൽവർ ഗ്രേയിൽ എത്രയോ പേരായി ഈ ആൾത്താറയെ സാക്ഷ്യം പറഞ്ഞത് യൂട്യൂബിലെല്ലാം കിടക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അമ്മ കടന്നു വരും. ദൈവമേ, അമ്മ സന്ദർശിക്കാതെ ഒരു വിഷയം, അതിന് വേറെ ഒരു മാർഗമില്ല എന്ന് കണ്ടാൽ, അടക്കത്തിൻ്റെ വഴികളിലേക്ക് നീ വിധവയാണ് എന്ന് നീ അമ്മയെ അറിഞ്ഞാൽ, നിൻ്റെ ഒരേ ഒരു മകനെ നിനക്കുള്ളൂ എന്ന് നീ മനസ്സിലായാൽ, ദൈവം അമ്മയെ നിൻ്റെ ഭവനത്തിലേക്ക് വിടും. കാര്യമെന്താണ്? അവൾ കരുണയുടെ മാതാവാണ്. എന്ത് കരുണയാണ്? വിധവയുടെ ഏക മകനെ കണ്ടപ്പോൾ, അവൻ മരിച്ചു കിടക്കണ കണ്ടപ്പോൾ, അവനെ അടക്കാൻ കൊണ്ടുപോകണ കണ്ടപ്പോൾ, ആ വിധവയുടെ കണ്ണീര് കണ്ടപ്പോൾ, നടവഴികളിൽ കൈ തടഞ്ഞു നിർത്തിയ മനസ്സരിവുള്ള കരുണാമകനായ ഈശോമിശിഹായുടെ മാതാവ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അന്ന് കരുണയുടെ മാതാവ് എലിസബത്തിനെ സന്ദർശിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും അറിയിച്ച കരുണയുടെ മാതാവ് എലിസബത്ത് പരിശുദ്ധാത്മ നിറഞ്ഞ ഒരു കാലം, അമ്മ പരിശുദ്ധാത്മ നിറഞ്ഞ് ആ എലിസബത്തിനോട് അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവിടുന്ന് തൻ്റെ തലമുറകൾ തോറും തൻ്റെ ഭക്തരോട് കാരുണ്യം കാണിക്കും. എലിസബത്ത് ദൈവത്തിൻ്റെ ഭക്തയായിരുന്നു. ആ എലിസബത്തിനോട് തലമുറകൾ കഴിഞ്ഞപ്പോഴും കാലങ്ങൾ കഴിയുമ്പോഴും കാണിച്ച കാരുണ്യത്തിലാണ് അവൾ ഇന്ന് ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നത്. അത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്. ദൈവവേദനെ നിനക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹവും ദൈവത്തിൻ്റെ കാരുണ്യമാണ്. ശ്രുതികട ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പല പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മരുഭൂമികൾ ഉണ്ടാവണത് എങ്ങനെ, അതായത് മരുഭൂമിയിൽ ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ ആഖ്യായികളുണ്ട്.
അതുപോലെ ഒരു പ്രതിഭാസമാണ് അഭയാർത്ഥികൾ ഉണ്ടാകുന്നത്. അഭയാർത്ഥികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടേ. അന്ന് എലിസബത്തിൻ്റെ വീട്ടിൽ വെച്ച് അഭയാർത്ഥികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അമ്മ പറയുന്നുണ്ട്. അഭയാർത്ഥികൾ ഉണ്ടാക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അമ്മ പറയുന്നുണ്ട്. അതും ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:51. ഹൃദയസങ്കല്പങ്ങളിൽ അഹങ്കരിക്കുന്നവരെ. ഒരു വിശ്വാസം, ഒരു രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൃദയസങ്കല്പങ്ങളിൽ അഹങ്കരിക്കുന്നവരാണല്ലോ അഭയാർത്ഥികളെ ഉണ്ടാക്കുന്നത്. ദൈവം ചിതറിക്കും. അപ്പോഴേ വേട്ടക്കാരുണ്ടാകും, ഇരകളുണ്ടാകും. വേട്ടക്കാരാണ് ഇരകളെ ഉണ്ടാക്കുന്നത്, ഇരകളാണ് അഭയാർത്ഥികൾ. ഒരു വിശ്വാസം, ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ പേരിൽ മനുഷ്യന്മാരെ വേട്ടയാടിയിട്ട് കൂട്ടത്തോടെ കൊല്ലുന്നവരില്ലേ? ഹൃദയസങ്കല്പങ്ങളിലൊക്കെ അഹങ്കരിക്കുന്ന അത്രയുള്ള ആൾക്കാർക്ക് എപ്പോഴായാലും ചിതറിക്കലുണ്ടാകും. അഭയാർത്ഥികളെ ഉണ്ടാക്കുന്നവരെ ചിതറിക്കുന്നതും ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ്. ഹൃദയസങ്കല്പങ്ങളിൽ അഹങ്കരിക്കുന്നവരെ ചിലപ്പോൾ തന്നെ ഈ വേട്ടക്കാർ തന്നെ, ഈ ഇരകൾ തന്നെ നാളെ വേട്ടക്കാരായി മാറാനും വരും. അപ്പോൾ ഈ ഇരകളെ അഭയാർത്ഥികളെന്ന് പറഞ്ഞ് ഇരകളെ സന്ധിക്കുന്ന രാജ്യങ്ങൾ നാളെ കാലങ്ങൾ അഭയാർത്ഥികളായി മാറും. അപ്പോഴും കരുണ എന്ന ഒരു സത്യം, ദൈവത്തിൻ്റെ മനസ്സലിവ്, അതാണ് സഭ. ഇപ്പോൾ വിശുദ്ധ ഹൃദയത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൻ്റെ ആ വിഷയത്തെ ദൈവത്തിൻ്റെ കരുണയായി അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഡിവൈൻ മേഴ്സി അവതരിപ്പിച്ചു. ഇപ്പോൾ ലുത്തീനിയയിൽ കരുണയുടെ മാതാവിനെ അവതരിപ്പിക്കുന്നു. അപ്പം കരുണ എന്ന സബ്ജക്റ്റാണ് വിഷയം. ഇന്ന് കരുണ അർഹിക്കുന്നവർ അഭയാർത്ഥികളാണ്. ഈ അഭയാർത്ഥികൾ നാളെ വേട്ടക്കാരായി മാറാൻ പാടില്ലെന്നില്ല. അപ്പോഴാരാ ഈ വേട്ടക്കാരെ, ഈ അഭയാർത്ഥികളെ സന്ധിക്കുന്നവരെ അവർ വേട്ടയാടുമ്പോൾ അവർ ഇരകളായി മാറും. അതുകൊണ്ടാണ് പല മേഖലകളിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള കർദ്ദാൾമാർ വരെ ഇങ്ങനെ ഒരു സംസാരമൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അതായത് ഇന്ന് അഭയാർത്ഥികളെ സ്വീകരിക്കുന്നവർ കാലാന്തരത്തിൽ അവർ വേട്ടക്കാരായി മാറുകയും അഭയാർത്ഥികളെ സംരക്ഷിക്കുന്നവരെ ഇരകളാക്കുകയും ചെയ്യും. അപ്പോഴും കരുണ എന്നുള്ള ആശയം പ്രശസ്തമായി തന്നെ നിൽക്കും. അത് ദൈവത്തിൻ്റെതായതുകൊണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അറിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അറിവു തോന്നണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പിതാവ് കാലത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് നൽകിയ ലുത്തീനിയ അപേക്ഷകളുടെ ആന്തരിക ദൈവപരിപാലനയാണ് ആരാധനയിൽ നമ്മൾ ധ്യാനിക്കാൻ ശ്രമിച്ചത്. കരുണയുടെ ദൈവം അടക്കത്തിൻ്റെ വഴികളിൽ തൻ്റെ മനസ്സലിവിൻ്റെ കൈയുമായി നിൻ്റെ കുടുംബത്തെയും നിന്നെയും സംരക്ഷിക്കാൻ വേണ്ടി തലമുറകൾ തോറും തൻ്റെ കാരുണ്യം തൻ്റെ ഭക്തരുടെ മേലുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ദൈവാനുഭവത്തെയാണ് നമ്മൾ ഇത് ഉപസംഹാരമായി തിരിച്ചറിഞ്ഞത്. നമുക്കിപ്പോഴും ആ കാരുണ്യം ദിവ്യകൃപാനയിൽ നിന്ന് നമുക്ക് ആർജിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ,
ലൂക്കായുടെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം അധ്യായം 13-ാം വാക്യത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടക്കത്തിന്റെ വഴികളിലെ വിധവയുടെ ഏകമകനെ സന്ധിച്ച അങ്ങയുടെ കാരുണ്യം കർത്താവേ, കാലഘട്ടങ്ങളിലെ അഭയമില്ലാത്തവരുടെ മേൽ കർത്താവേ അങ്ങ് ആശീർവദിക്കണമേ. ശ്രുതികടേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ അധിപതിയേ അനുഗ്രഹകൃപ തിരുനദിയേ അനുഗ്രഹത്തിൻ അധിപതിയേ അനുഗ്രഹകൃപ തിരുനദിയേ അനുദിനം നിൻ പാദഗതിയേ അടിയനു നിൻ കൃപമതിയേ അനുദിനം നിൻ പാദഗതിയേ അടിയനു നിൻ കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവം, അതാണ് നമ്മൾ ധ്യാനിച്ചത്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 7:16 നമ്മുടെ ദൈവം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നു. ഉടമ്പടിയെടുത്ത ഓരോ മക്കളുടെ വീട്ടിലും കുടുംബത്തിൻ്റെ മാതാവിൻ്റെ സന്ദർശനം ഉണ്ടാവും. ഉടമ്പടി എടുക്കാതെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അനേകം മക്കളുണ്ട്. അവരുടെ ജീവിതത്തിലേക്കും ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയുടെ സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. കർത്താവേ, ഒരു സഹായമില്ലാതെ എല്ലാ വഴികളും അടഞ്ഞ് തകർന്നു പോയി ദൈവത്തിന് പോലും ഞങ്ങളെ വേണ്ടെന്ന് സ്വയം വിചാരിച്ച് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ മനസ്സിടിഞ്ഞ് വിധവയുടെ ഏകമകൻ മരിച്ച വിധവയെ പോലെ മനസ്സ് തകർന്നവരെ കർത്താവേ, കണ്ണീരിന്റെ വഴികളിലൂടെ ശ്മശാനത്തിലേക്ക് പോകുന്ന കർത്താവേ, വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് പ്രത്യാശയുടെ കരുണയുടെ കരങ്ങളെ അമ്മയിലൂടെ അവരെ കാണിക്കണമേ. കർത്താവിന്റെ നാമത്തില് യേശുവേ, അടിഞ്ഞവരെ യേശുവിന്റെ നാമത്തില് രോഗികള് സൗഖ്യമാകട്ടെ. ഭയമില്ലാത്തവരേക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം തേടി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി അവൻ നൽകിടും. ദേഹം തേടി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി അവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളില്ലാത്തവരില്ലേ, അതുപോലെ തന്നെ വിവാഹം ഒത്തുവരാത്തവർ, അവരും അഭയാർത്ഥികളാണ്. ശരിക്കും പ്രാർത്ഥനയുടെ ബേസിക്കായിട്ട് വിവാഹം ഒത്തുവരാത്തവർ വിചാരിക്കും, ഇനി ഞങ്ങൾക്കൊരു തലമുറയുണ്ടോ, ഞങ്ങൾ വയസ്സാകുമ്പോൾ ഞങ്ങൾക്ക് അഭയം തരാൻ മക്കളുണ്ടോ, കുടുംബമുണ്ടോ. അഭയാർത്ഥികളാണ് അവർ. ശരിക്കും മക്കളില്ലാത്തവർ അവരും ചിന്തിക്കണത് എന്താണ്, കുഞ്ഞുങ്ങളില്ലല്ലോ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളെ സംരക്ഷിക്കാൻ. അപ്പോഴും അഭയാർത്ഥികളാകും. ഇത് കാലത്തിൻ്റെ വലിയൊരു ലുത്തീനിയയാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. അതിനെല്ലാം സങ്കേതമായ അമ്മയെ പരിശുദ്ധ പിതാവ് കാണിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. അതാണ് കൃപാസനത്തിൻ്റെ ആധ്യാത്മിക അടിസ്ഥാനം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവേ, ജീവിത പങ്കാളികളെ ഇതുവരെ ലഭിക്കാതെ ഞങ്ങൾ അഭയാർത്ഥികളായി പോകുമോ എന്ന് ചിന്തിക്കുന്നവരെ, മക്കളില്ലാത്തതിന്റെ പേരിൽ ഞങ്ങളെ സന്ധിക്കാൻ ആരുമില്ലാതെ ആവുമോ എന്ന് വിചാരിക്കുന്നുള്ളവേ, കർത്താവേ, അവിടെ കണ്ണുനീരിനെ പരിശുദ്ധ അമ്മ വഴി അഭയാർത്ഥികളുടെയും കരുണയുടെയും പ്രത്യാശയുടെയും പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ വലിയ മനസ്സലിവ് അവിടെ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിലെ ദുരിതങ്ങള് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശു
പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വീടില്ലാത്തവര്, വാടക താമസിക്കുന്നവരും, ദേ ആർ ഓൾസോ ഈക്വൽ ടു ഡെസ്റ്റിറ്റ്യൂട്ട്സ്, അഭയാർത്ഥികളാണ് അവരെ. ഇത് കാലത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ശരിക്കും ഒരു ദിവസം ഒരു കോളേജ് മോളെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത്, ഞാൻ ഓരോ ദിവസവും ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ അപ്പൻ ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നിട്ട് എന്നെ ഓരോ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. ഞങ്ങൾക്ക് 3 മാസം കൂടുമ്പോൾ വാടകക്കാർ ഞങ്ങളെ പുറത്താക്കുമായിരുന്നു. ഇപ്പോഴേ ഉടമ്പടി എടുത്തപ്പോഴും ഞങ്ങൾക്കൊരു അഭയം കിട്ടി, സ്വന്തമായൊരു വീട്. അഭയാർത്ഥികളല്ലേ? ഈ രാജ്യമുണ്ടെന്ന് പറയുമ്പോഴും സ്വന്തമായ വീടില്ലാതെ വീട് വിടാന്തോറും വാടകയ്ക്ക് നടക്കുന്ന മനുഷ്യരെ ഈ കാലഘട്ടങ്ങളെ പരിശുദ്ധ അമ്മയിലൂടെ സന്ധിക്ക് വന്ന് പരിശുദ്ധ പിതാവ് പറയുമ്പോഴേ അതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ അന്തസത്ത. ശ്രദ്ധിക്കട്ടെ, കർത്താവ് പ്രാർത്ഥിക്കുക, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അനേക അഭയാർത്ഥികളെ, വാടക താമസിക്കുന്നവരെ, ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ, പാട്ടത്തിൽ താമസിക്കുന്നവരെ, ജീവിക്കാൻ ഇടമില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവര്, വരുമാന മാർഗം ഇല്ലാത്തവരോ ഇപ്പം തന്നെ നോക്കി എന്നാ കറണ്ട് ചാർജൊക്കെയാണ് വരണത്. വരുമാനമില്ല, പക്ഷെ ചിലവിനൊരു കുറവുമില്ല. സാമ്പത്തികമായ വല്ല ഞെരുക്കത്തിലൂടെ മനുഷ്യർ കടന്നു പോവുകയാണ്. സാമ്പത്തികമായും അവർ അഭയാർത്ഥികളായി മാറുന്നു. അവിടെയെല്ലാം അഭയം, അത് ലോകം മുഴുവനുമുള്ള ഒരു അവസ്ഥയായി മാറി. ഇതെല്ലാം ദൈവത്തിൽ മനുഷ്യൻ അഭയം പ്രാപിച്ചുകൊണ്ട് ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്ധിപ്പും കരുണയും പ്രത്യാശ വെക്കാൻ വേണ്ടിയുള്ള ദൈവ സംവിധാനത്തിൻ്റെ പ്രാർത്ഥനയാണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സാമ്പത്തിക തകർച്ചയുള്ളവരെ, ജോലിയില്ലാത്തവരെ, വേലയില്ലാത്തവരെ, ഈശോയെ പലതരത്തിലും മനുഷ്യരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന എല്ലാ അഭയാർത്ഥികളെ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. പരിശുദ്ധമേ, ദൈവമാതാവേ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി, സാമ്പത്തിക തകർച്ചയിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി കണ്ണീരിനോട് പ്രാർത്ഥിക്കുന്നു, കണ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അടിസ്ഥാന രേഖകൾ നഷ്ടപ്പെട്ടവരും അഭയാർത്ഥികളാണ്. സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടവർ, അക്കാമ അപ്ഡേഷൻ ഡേറ്റ് കഴിഞ്ഞവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരും, പാസ്പോർട്ട് എടുക്കാൻ പറ്റാതെ കുരുക്കിലായിപ്പോയവരും, പ്രമാണം നഷ്ടപ്പെട്ടവരും, പ്രമാണം പണയത്തിലായിപ്പോയവരും, അകപ്പാടെ ഉണ്ടായിരുന്ന സ്വർണം അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വെച്ചിരുന്നതും കൈമോശം വന്നവർ, നഷ്ടപ്പെട്ടു പോയവർ, വിറ്റുപോയവർ, ഇങ്ങനെ എത്രയോ തരത്തിലുള്ള ആരംഭഹീനരും അഭയാർത്ഥികളുമാണ് ഓരോരോ ദിവസവും ഉണ്ടാകുന്നത്. അവർക്കെല്ലാം ഇന്നൊരു സന്ധിപ്പിനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആധ്യാത്മികമായ സങ്കേതങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി ദിവ്യകൃപാനയോട് നമ്മൾ പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, എല്ലാം അഭയം പ്രാപിച്ചിരുന്ന, അടിസ്ഥാനപ്പെടുത്തിയിരുന്ന, ആശ്രയം വെച്ചിരുന്ന എല്ലാ വ്യക്തികളെ, വാക്കുകളെ, രേഖകളെ, കൈമോശം വന്നവരെ, ബന്ധങ്ങള്, മുറിഞ്ഞിപ്പോയവരെ, ഫലത്തിലെ അഭയാർത്ഥികളായവരുടെ മേൽ അമ്മേ, പരിശുദ്ധ അമ്മേ, അവരുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഈശോയുടെ നാമത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് അവരുടെ മേൽ കരുണ ലഭിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗികളുടെ മേൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗാവസ്ഥയിലുള്ളവരെ, ദയവായി ആരാധന കൂടുന്നവരെ, രോഗാതുരമായ ശരീര ഇടങ്ങളിലെല്ലാം യേശുനാമത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ചങ്കിന് വേദനയുള്ളവരും ഹൃദയത്തിന് അസ്വസ്ഥ്യമുള്ളവർ ഹൃദയഭാഗങ്ങളിൽ ഈശ്വരനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഉദരരോഗികൾ, കുടലിന് അൾസറുള്ളവർ, അൾസസ് രോഗികൾ, പിസ്തുല രോഗികൾ, PCOD രോഗികൾ, ഗർഭാശയമുള്ളവരെല്ലാം അടിവയറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോ രോഗികളും, വാതരോഗികൾ, സന്ധിബന്ധങ്ങൾ വേദന, മാംസപേശികൾ മരയിപ്പ്, കടുത്ത തലവേദന, ആ അവസരങ്ങളെല്ലാം യേശുനാമത്തിൽ കൈവെക്കുക. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത അൾത്താരയിൽ നിന്ന് വരുന്ന കൃപാസന, അമ്മ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്ന് വരുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും ദിവ്യകുർബാനയുടെ ശക്തിയാണ്. നിനക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ കഴിയും. കർത്താവായ ദൈവമേ, പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഇടത്തിൽ നിന്നുണ്ടാകുന്ന ഇപ്പോഴുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലെ അമ്മേ പരിശുദ്ധമ്മേ, എല്ലാ രോഗങ്ങളെയും അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, മാരക രോഗങ്ങള്, തീരാവേദികള്, ഉദരരോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, തലവേദനകള് യേശുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാ സുഖപ്പെടട്ടെ, തിരുമുറിവിനാ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, അസ്ഥി രോഗികള്, വിസർപ്പ രോഗികള്, പിസ്തുല രോഗികള്, വേരിക്കോസിന് അസുഖമുള്ളവർ, സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ളവർ, എപ്പിലെപ്സി ഉള്ളവർ, എക്സലി രോഗികൾ, എല്ലാവരെയും അടി മുതൽ മുട്ടി വരെ രോഗങ്ങൾ, വ്യത്യസ്തമായ രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണ പ്രാർത്ഥനയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ രോഗാതുരമായിട്ടുള്ള അങ്ങയുടെ മക്കളുടെ മേൽ കാരുണ്യം ചൊരിയണമേ. കർത്താവേ, കാരുണ്യമേ, അങ്ങയുടെ തിരുമുറുവാടുന്ന വലത് കരത്ത രോഗികളെ സ്പർശിക്കണമേ. ശിരസ് മുതൽ ഉള്ളംകാലം വരെ വ്യത്യസ്തങ്ങളായ രോഗങ്ങളുള്ളവരെ, രോഗികളെ കർത്താവേ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. യേശുവിന്റെ നാമത്തിൽ പോലെ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗമില്ല